നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്കെങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, ആ യൂട്യൂബ് ചാനലിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ആ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ വെരിഫൈ ചെയ്ത് ഒരു യൂട്യൂബ് വെരിഫൈഡ് യൂട്യൂബ് ചാനലാക്കി മാറ്റാം എന്നീ കാര്യങ്ങളാണ് ഈ ഇൻഫർമേറ്റീവ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഫോണിൽ ഐഫോണിലോ അതല്ലെങ്കിൽ ആൻഡ്രോയിഡിലോ ഏത് ഫോണിലായാലും ആപ്പ് സ്റ്റോറിൽ നിന്നോ അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നോ നമ്മൾ യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യണം ആദ്യമായിട്ട്. ഇനി യൂട്യൂബ് നമ്മുടെ ഫോണിൽ ഉള്ളവർ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ പോലും അത് റിമൂവ് ചെയ്ത് നമ്മൾ പുതുതായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പുതുതായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടും എല്ലാ പുതിയ ഓപ്ഷൻസുകളും നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത യൂട്യൂബിൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ വരിക. ഈ ഇൻ്റർഫേസിൽ നിന്ന് ഇപ്പോൾ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് എൻ്റെ ചാനൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതല്ല എടുക്കേണ്ടത്. നമ്മൾ നേരെ താഴെയുള്ള സെലക്ട് അനദർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിലിപ്പോൾ ഓൾറെഡി എൻ്റെ അക്കൗണ്ടുകൾ ഇതിൽ അപ്ഡേറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അക്കൗണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ അവരുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഗൂഗിൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് യൂട്യൂബിലേക്ക് സൈൻ ഇൻ ചെയ്യാം. ഞാനിവിടെ ഇതിൽ ഈ നോഫൽ ടെക് എന്ന് എഴുതിയിട്ടുള്ള ഈ എൻ്റെ ജിമെയിൽ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ടോ എന്നാണ് ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അത് വേണ്ടവർ അലോ ചെയ്യുക, അല്ലാത്തവർ അലോ ചെയ്യേണ്ടതില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. അതിന് മുകളിൽ സെർച്ച് ബാറിൻ്റെ ഇടതുവശത്തുള്ള വീഡിയോ സിമ്പലിൽ വീഡിയോ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളോട് നമ്മുടെ യൂട്യൂബ് ചില പെർമിഷനുകൾ നമ്മൾ ചോദിക്കും. നമ്മളെ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോകളിലേക്കും വീഡിയോകളിലേക്കും നമ്മുടെ ഓഡിയോ ഫയലിലേക്കൊക്കെ ഉള്ള പെർമിഷനുകൾ, അതെല്ലാം നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക, പെർമിഷൻ അലൗഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഈ താഴെ കാണുന്ന മുഴുവൻ വീഡിയോസുകളും എൻ്റെ ഫോണിലുള്ള മുഴുവൻ വീഡിയോകളുമാണ് ഇവിടെ അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ മുകളിൽ റെക്കോർഡ് എന്ന് കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഗോ ലൈവ് എന്ന് കാണുന്നത് നമുക്ക് ആ ഓപ്ഷൻ ഇപ്പോൾ ലഭ്യമാകില്ല. അത് 1000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ലൈവ് ഓപ്ഷൻ മൊബൈലിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ നിന്ന് ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ സെലക്ട് ചെയ്ത വീഡിയോ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യുകയും ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഇതിൽ താഴെ ലഭ്യമാണ്. ഇനി മുകളിൽ കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് നമ്മുടെ മുകളിലത്തെ ഇതിൽ ഫസ്റ്റ് നെയിം ആൻഡ് സെക്കൻഡ് നെയിം എന്നുള്ള രീതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന് നമ്മൾ എന്ത് പേരാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് നൽകാം. അത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ നൽകിയ പേരുകളൊന്നുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നിങ്ങളെ ചാനലിന് നിങ്ങൾ എന്ത് പേരാണ് ഉദ്ദേശിക്കുന്നത്, ട്രാവൽ വീഡിയോസോ ടെക് വീഡിയോസോ എന്താണോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിനുതകുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് പേരും ഇവിടുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുകളിൽ നൗഫൽ എന്നും
താഴെ ടെക് എന്നും കൊടുത്തു. അപ്പോൾ നൗഫൽ ടെക് എന്ന പേരാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഇൻ്റർഫേസ്, അത് വെരിഫൈ അക്കൗണ്ട് എന്നുള്ള ഇൻ്റർഫേസ് യൂട്യൂബ് ചാനലിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചാനൽ വെരിഫൈ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഇൻ്റർഫേസാണിത്. പക്ഷേ ഇത് പുതിയ iOS യൂട്യൂബ് ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിലും മാത്രമേ നമുക്ക് ഈ ആപ്പിൽ നിന്ന് നേരിട്ട് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അതല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം വഴി നമുക്ക് നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടോ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. ഈ ഓപ്ഷൻ ലഭ്യമാകാത്തവർക്ക്, ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണിലും ആൻഡ്രോയിഡിലും മാത്രമേ ഈ ഓപ്ഷൻ ലഭ്യമാകുള്ളൂ. ഈ ഓപ്ഷൻ ലഭ്യമായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ഇവിടുന്ന് നേരിട്ട് വെരിഫൈ ചെയ്യാം. ഈ വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ലഭിക്കും. ഇതിൽ നമ്മുടെ ഫോൺ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ ഏത് രാജ്യത്താണ് എന്നുള്ളതുണ്ടെങ്കിൽ ആ രാജ്യം മുകളിൽ സെലക്ട് ചെയ്യണം. അത് ഇപ്പോൾ ഇതിൽ ഡീഫാൾട്ടായിട്ട് സൗദി അറേബ്യ എന്നുള്ളതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യാം. ഇതിൽ താഴോട്ട് പോയാൽ ഇന്ത്യ നമുക്ക് സെലക്ട് ചെയ്യണം. ഇന്ത്യയിലുള്ളവർക്ക് ഏത് രാജ്യമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ രാജ്യം സെലക്ട് ചെയ്യുക. രാജ്യം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ OTP എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ 2 ഓപ്ഷനാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് ടെക്സ്റ്റ് മീ എന്ന് പറഞ്ഞിട്ടും ഒന്ന് കോൾ മീ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷനാണ്. കോൾ മീ എന്ന് പറഞ്ഞാൽ ഒരു വോയിസ് കോളായിരിക്കും നമുക്ക് വരിക. അതിലായിരിക്കും നമ്മളെ പാസ്വേഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് മീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി താഴെയുള്ള ഈ സെൻഡ് കോഡ് എന്നുള്ളത് ബ്ലൂ ഐക്കണായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈലിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ആ 1 ടൈം പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഈ ഇൻ്റർഫേസാണ് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും വെരിഫൈഡ് ആയി എന്നുള്ളതിൻ്റെ തെളിവ്. അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് വെരിഫൈഡ് ആയി കഴിഞ്ഞു. നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേഷൻ്റെയും യൂട്യൂബിലെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വലിയ കടമ്പ ആയിട്ടുള്ള യൂട്യൂബ് വെരിഫൈ ചെയ്യലാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇനി നമുക്ക് 15 മിനിറ്റിൽ കൂടുതൽ വരുന്ന വീഡിയോകൾ യഥേഷ്ടം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നമുക്ക് കസ്റ്റം തംബ്നെയിൽ ലഭിക്കും. അങ്ങനെയുള്ള യൂട്യൂബിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് ലഭ്യമാകും ഈ ചാനൽ വെരിഫൈഡ് ആയതോടുകൂടി. ഇനി നമുക്ക് ഇതിൽ ടൈറ്റിൽ എന്നുള്ളിടത്ത് ടൈറ്റിൽ എന്താണോ നമ്മുടെ വീഡിയോക്ക് ആവശ്യമുള്ളത് അതും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ടൈറ്റിൽ എന്നുള്ളിടത്ത് ഒരു ടെസ്റ്റ് വീഡിയോ എന്ന് ഞാൻ കൊടുക്കുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ടെസ്റ്റിംഗ് എന്നും നമുക്ക് കൊടുക്കാം, ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി.
ശേഷം നമുക്ക് ഈ പ്രൈവസി എന്നുള്ളിടത്ത് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് അതിൽ പബ്ലിക് ആണുള്ളത്. അപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോസ് നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പബ്ലിക് എന്നുള്ളത് യൂസ് ചെയ്യാതെ നമുക്കതിൽ വേറെ 2 ഓപ്ഷൻ ഉണ്ട്. പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ടിൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രൈവറ്റ് ആയിരിക്കും നന്നാവുക. പ്രൈവറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമ്മുടെ വീഡിയോ അപ്ലോഡായി യൂട്യൂബിൽ പൂർണ്ണമായും അപ്ലോഡായി കുറച്ച് സമയമെടുക്കും അത് പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ വീഡിയോയുടെ ഒറിജിനൽ ക്വാളിറ്റിയിലേക്ക് എത്താൻ. HD 4K ഒക്കെ ആണെങ്കിൽ അപ്പോൾ ആ ക്വാളിറ്റിയിലേക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളതിനെ പബ്ലിക് ആക്കേണ്ടത്. എന്നാൽ ആളുകൾക്ക് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ നല്ല ഹൈ ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാനിവിടുന്ന് ഇതിനെ ഈ പ്രൈവസി ഓപ്ഷനിൽ നിന്ന് പിന്നെ പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഈ താഴെയുള്ള ലൊക്കേഷൻ ബാറിൽ നിന്ന് നമുക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷേ ഈ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ നമ്മുടെ വീഡിയോയിൽ വരും. അങ്ങനെ ആ ലൊക്കേഷൻ വരുമ്പോൾ നമുക്ക് ഒരു #ടാഗ് എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് യൂട്യൂബിൽ. അത് നമുക്ക് ലഭ്യമാകില്ല. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ #ടാഗ് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോയുടെ കീവേഡ്സുകളോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോക്ക് മുകളിൽ ബ്ലൂ ലെറ്ററിൽ വീഡിയോക്ക് മുകളിൽ തെളിഞ്ഞ് വരികയും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോക്ക് കൂടുതൽ വ്യൂസും റീച്ചും കിട്ടാനുള്ള സാധ്യതയുമുണ്ട് #ടാഗ്. അപ്പോൾ #ടാഗ് എന്നുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കുകയായിരിക്കും നന്നാവുക. അതുകൊണ്ട് ലൊക്കേഷൻ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നല്ല കീവേഡ്സ് #ടാഗായി കൊടുക്കാൻ ശ്രമിക്കുക. ഇനിയാണ് നമ്മുടെ വീഡിയോ ഫൈനൽ സ്റ്റേജായ അപ്ലോഡിങ്ങിലേക്ക് കിടക്കുന്നത്. അപ്പോൾ മുകളിലുള്ള അപ്ലോഡ് എന്ന ബ്ലൂവിൽ തെളിഞ്ഞ് കാണുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തും എല്ലാം അനുസരിച്ച് യൂട്യൂബ് അത് അപ്ലോഡ് ആവാൻ കുറച്ച് സമയം അപ്ലോഡ് പ്രോസസ്സിങ് ആവാൻ സമയം എടുക്കും. ആ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ സ്പീഡ് അനുസരിച്ചുമൊക്കെ കുറച്ച് അധിക സമയമെടുക്കും. ആ സമയത്തിന് ശേഷം ഇത് യൂട്യൂബിലേക്ക് പൂർണ്ണമായിട്ടും അപ്ലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീഡിയോ പൂർണ്ണമായി അപ്ലോഡായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മുടെ വീഡിയോ അപ്ലോഡായി വന്നിട്ടുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമ്മുടെ മുകളിലുള്ള ചാനൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് യുവർ ചാനൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ശേഷം അപ്ലോഡ്സ് എന്നുള്ളതിന് താഴെ വ്യൂ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വീഡിയോ പ്രൈവറ്റ് ആയതുകൊണ്ട് അവിടെ കാണില്ല. അപ്പോൾ നമ്മൾ വ്യൂ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത അതേ ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കുറച്ച് സമയം ഇടവിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇടവിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പൂർണ്ണമായും നമ്മുടെ വീഡിയോ നമ്മുടെ ക്വാളിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് എന്നുള്ള ഓപ്ഷൻ മാറ്റി പബ്ലിക് എന്നുള്ള പ്രൈവസി സെറ്റിങ്ങിലേക്ക് മാറ്റി എല്ലാവർക്കും കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡിങ് ചെയ്യുന്നതും യൂട്യൂബ് വെരിഫൈ ചെയ്യുന്നതും പൂർണ്ണമായി. പക്ഷേ ചില ആളുകൾക്ക് യൂട്യൂബ് വെരിഫൈ ചെയ്യുന്ന ഓപ്ഷൻ ആപ്പിൽ ലഭ്യമാവില്ല. അവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ഭാഗം. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഇനിയുള്ള ഭാഗം കാണേണ്ടതുള്ളൂ. അപ്പോൾ അവർക്ക് ഗൂഗിൾ ക്രോം മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഗൂഗിളിലേക്ക് പോയതിന് ശേഷം ഗൂഗിളിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഫസ്റ്റ് അത് സെലക്ട് ചെയ്യുക. ഈ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് വരുമ്പോൾ ഇതിൻ്റെ ആപ്പ് വേർഷനായിട്ടുള്ള ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഗെറ്റ് ഇൻ ഓൺ iOS എന്ന് കാണിക്കുന്നത്. നമുക്ക് അതിലേക്കല്ല പോകേണ്ടത്, നമുക്കിതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്കാണ് പോകേണ്ടത്.
അപ്പോൾ അതിൽ ഒരിക്കലും നമ്മൾ ക്ലിക്ക് ചെയ്യരുത്. ഏറ്റവും താഴെ മൊബൈൽ ഓർ ഡെസ്ക്ടോപ്പ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് ഡെസ്ക്ടോപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സൈൻ ഇൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ സൈൻ ഇൻ ചെയ്യണം. അതിന് നമ്മുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അവിടുന്ന് നമുക്ക് നമ്മുടെ ചാനൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഇൻ്റർഫേസാണ് നമ്മുടെ ചാനലിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ പേജ്. അതായത് നൗഫൽ ടെക് എന്ന ചാനലിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ആണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് പേജ്. ഈ പേജിൽ നമ്മുടെ ചാനലിൻ്റെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്ലോഡിങ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. മോണിറ്റൈസേഷൻ, ലൈവ് സ്ട്രീമിംഗ്, അങ്ങനെ മറ്റുള്ള ഓപ്ഷൻസുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് ഈ വെരിഫൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ലഭ്യമാകും. അതിനുവേണ്ടി നമ്മൾ മുകളിലുള്ള നമ്മുടെ ചാനലിൻ്റെ ഐക്കണായിട്ടുള്ള N എന്നുള്ളതിൻ്റെ തൊട്ട് നൗഫൽ ടെക് എന്നതിന് താഴെയുള്ള വെരിഫൈ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുൻപ് നമ്മൾ ആപ്പിൽ ലഭിച്ചതുപോലെ തന്നെ അതുപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് കൺട്രിയും മൊബൈൽ നമ്പറും കൊടുത്ത് നമുക്ക് കോഡ് ലഭ്യമാക്കാവുന്നതാണ്. കോഡ് ഇത് താഴെ ടൈപ്പ് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. ഇതോടുകൂടി നമ്മുടെ മൊബൈലിൽ എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ വെരിഫൈ ചെയ്യാം, അതിൽ 15 മിനിറ്റിൽ കൂടുതലുള്ള ലോങ്ങർ വീഡിയോസുകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഈ ഇൻഫർമേറ്റീവ് വീഡിയോ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകളും ട്രാവൽ വീഡിയോകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.